Hi dear students, welcome to Innovations Online Classes. ഇന്ന് നമ്മൾ ആൻറ്റിന തിയറി സ്റ്റാർട്ട് ചെയ്യാണ്. ആൻറ്റിന തിയറിയുടെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആൻറ്റിന, കൺസെപ്റ്റ് ഓഫ് റേഡിയേഷൻ, ആൻറ്റിനയുമായി ബന്ധപ്പെട്ട ഡിഫറൻറ്റ് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ആൻറ്റിന എന്ന് നോക്കാം. ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ കീ എലമെൻ്റ് ആണ്. ആൻറ്റിന ഒരു ട്രാൻസ്ഡ്യൂസറാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ആൻറ്റിനയാണുള്ളത്, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയും റിസീവിങ് ആൻറ്റിനയും. ഇതിൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓർ EM വേവ്സ്. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് റിസീവിംഗ് ആൻറ്റിന ചെയ്യുക. റിസീവിംഗ് ആൻറ്റിന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് മാറ്റും. ഇനി നമുക്ക് ഒരൊറ്റ ആൻറ്റിന യൂസ് ചെയ്തിട്ട് തന്നെ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കീ എലമെൻറ്റ് ഓഫ് വയർലെസ് communication system. Antenna is nothing but it is a transducer. Transmitting antenna എന്താ ചെയ്യുക? Transmitting antenna converts electrical signals into electromagnetic radiation. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് റിസീവിംഗ് ആൻറ്റിന ചെയ്യുക. റിസീവിംഗ് ആൻറ്റിന കൺവേർട്സ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽ. A same antenna can be used for both transmitting and receiving signals. Okay, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആൻറ്റിന റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് റേഡിയേഷൻസ്. നമ്മൾ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഈ സിഗ്നൽ ട്രാവൽ ചെയ്യും. ഈ സിഗ്നൽ ട്രാവൽ ചെയ്തിട്ട് എവിടെ വരും? റിസീവിങ് സൈഡിൽ വരും. അപ്പോൾ റിസീവർ ഈ സിഗ്നലിനെ റിസീവ് ചെയ്യും. വളരെ ക്ലിയർ ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വയേർഡ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ആൻറ്റിന യൂസ് ചെയ്യുക വയർലെസ് കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ ഞാനിവിടെ ഈ വയറിൻ്റെ ഇത്രയും പോർഷൻസ് ബ്രേക്ക് ചെയ്യാണ്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ AC ആണ്. AC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. കുറച്ച് സമയം പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇങ്ങനെ പൊളാരിറ്റി മാറും. അപ്പോൾ ഇവിടെ ഓരോ സമയത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ +to- ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് സമയം ഈ ഡയറക്ഷനിൽ ഉണ്ടാവും, പിന്നെ കുറച്ച് സമയം ഈ ഒരു ഡയറക്ഷനിൽ. ഇങ്ങനെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇവിടെ നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ ലൈനിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഞാനിവിടെ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യാണ്. 90 ഡിഗ്രിയിൽ. അപ്പോൾ ഇവിടെ AC സിഗ്നൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി അടുത്ത പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ -ആണ്, ഇവിടെ +ആണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ നിന്നും ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് സ്പേസിലോട്ട് സ്പ്രെഡ് ആവും. നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആണ്. അതുവരെ ഈ ലൈനിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ ഒരു ഏരിയയിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ്, ഇത് രണ്ടും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ടൈമിനനുസരിച്ച് വോൾട്ടേജും കറണ്ടും മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഈ ഒരു സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊളാരിറ്റി മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷനും മാറും. അങ്ങനെ ഇത് സ്പേസിലോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വേവ് ഇങ്ങനെ
പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതാണ് ഒരു റേഡിയേഷൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ടൈമിനനുസരിച്ച് വോൾട്ടേജും കറണ്ടും മാറുന്നുണ്ട്. അതായത് ടൈം വേരിയിങ് പാരാമീറ്ററാണ് വോൾട്ടേജും കറണ്ടും. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നുണ്ട്. അതായത് EH ഫീൽഡ്. ഇതെന്താണ്? സ്പേസ് വേരിയിങ് പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു 90 ഡിഗ്രി ബെൻഡ് ചെയ്ത സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷനെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഇത് ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയാണ്. ഇത്രയും പോർഷന് ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയാണ്. കാരണം ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ സിഗ്നൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. VI വേവ്സ് EH വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ സിഗ്നൽ എയറിലൂടെ ട്രാവൽ ചെയ്ത് റിസീവിങ് സൈഡിൽ വരും. റിസീവിങ് സൈഡിൽ ഞാൻ എന്ത് ചെയ്യാണ്? ട്രാൻസ്മിഷൻ ലൈനിനെ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡോടെ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ പൊളാരിറ്റി ഇതിനെ ക്രോസ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിലൂടെ ഒരു കറണ്ട് ഉണ്ടാവും. ഇതിനെ ക്രോസ് വോൾട്ടേജും, അതായത് വീണ്ടും VI വേവ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണോ നടന്നത് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇവിടെ നടന്നത് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ EH വേവ്സിനെ വീണ്ടും VI വേവ്സ് ആക്കി, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? റിസീവിങ് ആൻറ്റിന എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് റേഡിയേഷൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, ഇത് റിസീവിങ് ആൻറ്റിന. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫ്രം ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഹാസ് 2 കമ്പോണൻസ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടില്ല. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ആൻറ്റിനയിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 2 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ 2 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ദെൻ ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്നത് വോൾട്ടേജും കറണ്ടുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കറണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വോൾട്ടേജ്. The magnetic field is associated with current in the antenna and the electric field is associated with the voltage or potential. ഈ 2 കമ്പോണൻസും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ടും എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അത് രണ്ടും എന്തിന് പെർപെൻഡിക്കുലർ ആണ്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ദീസ് 2 ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഇൻ സ്പേസ്. ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിയർ ആണ്. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ചെയ്യുന്നത് VI വേവ്സിനെ EH വേവ്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. റിസീവിങ് ആൻറ്റിന ചെയ്യുന്നത് EH വേവ്സിനെ VI വേവ്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ VI വേവ്സിനെ EH വേവ്സ് ആക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് റേഡിയേഷൻ എന്ന് പറയുക. EH വേവ്സിനെ VI വേവ്സ് ആക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ചെയ്യുന്നത് VI വേവ്സിനെ EH വേവ്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. അതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുക. റിസീവിങ് ആൻറ്റിന ചെയ്യുന്നത് EH വേവ്സിനെ VI വേവ്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. അതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയാം. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ ഉണ്ടാവുക ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇങ്ങനെ 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഈ കാണിച്ച ഡയഗ്രത്തിൽ കുറച്ച് ബെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ 90 ഡിഗ്രി ആക്കുമ്പോഴാണ് ഇവിടെ മാക്സിമം റേഡിയേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് ഇതിനെയാണ് നമ്മളൊരു സിമ്പിൾ ആൻറ്റിന എന്ന് പറയും. ഇതൊരു സിമ്പിൾ ആൻറ്റിനയാണ്. ഈ ആൻറ്റിനയെ പറയുന്ന പേരാണ് ഡൈപോൾ. ദിസ് ടൈപ്പ് ഓഫ് ആൻറ്റിന ഈസ് കോൾഡ് എ ഡൈപോൾ. ആൻറ്റിനയെ നമ്മൾ റേഡിയേറ്റർ എന്നും പറയും. ദിസ് ടൈപ്പ് ഓഫ് റേഡിയേറ്റർ ഈസ് കോൾഡ് ഡൈപോൾ. ഓക്കെ, ഇനി നമുക്ക് ആൻറ്റിനയിലെ ബേസിക് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് നോക്കാം. ബേസിക് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ഇൻ ആൻറ്റിന. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് സോഴ്സ്. എന്താണ് പോയിൻ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഒറ്റ പോയിൻ്റിൽ നിന്ന് റേഡിയേഷൻസ് വരികയാണ്.
അതായത് റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പോയിന്റിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോയിന്റ് സോഴ്സ് എന്ന് പറയുക. ഈ പോയിന്റ് സോഴ്സ് എന്നുള്ള റേഡിയേഷൻ്റെ പ്രത്യേകത, ഈ റേഡിയേഷന് എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്കൊരു പോയിന്റ് സോഴ്സ് എന്ന് പറയാം. ഇത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാ ഭാഗത്തോട്ടും ഈക്വൽ ആയിട്ടായിരിക്കും റേഡിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ പോയിന്റ് സോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു റേഡിയേഷൻ നമ്മൾ ഐസോട്രോപിക് റേഡിയേഷൻ എന്ന് പറയാറുണ്ട്. ഒരു പോയിന്റ് സോഴ്സിൽ നിന്നുള്ള റേഡിയേഷനെ ഐസോട്രോപിക് റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ പോയിന്റ് സോഴ്സിനെ നമ്മൾ ഐസോട്രോപിക് ആൻറ്റിന എന്നും പറയാറുണ്ട്. ഐസോട്രോപിക് ആൻറ്റിന ഓർ ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ആൻറ്റിനയുടെ പ്രത്യേകത ഇതാണ്, ഇതൊരു തിയററ്റിക്കൽ ആൻറ്റിനയാണ്. ഇറ്റ് റേഡിയേറ്റ്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. അങ്ങനെ എല്ലാ ഭാഗത്തോട്ടും ഈക്വലായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ആൻറ്റിനയല്ല. പക്ഷേ പോയിന്റ് സോഴ്സിനെ നമ്മളൊരു തിയററ്റിക്കൽ ആൻറ്റിനയായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ആ ഒരു ആൻറ്റിനയെ പറയുന്ന പേരാണ് ഐസോട്രോപിക് ആൻറ്റിന. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് റേഡിയേറ്റ്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എ സോഴ്സ് ഓഫ് റേഡിയേഷൻ ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. റേഡിയേഷൻ ഫ്രം എ പോയിന്റ് സോഴ്സ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. Radiation from a point source is called isotropic radiation. Point source is also called isotropic antenna or isotropic radiator. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? An isotropic antenna is a theoretical antenna that radiates equally in all directions. Okay. Next, isotropic radiation. അപ്പോൾ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോട്രോപിക് റേഡിയേഷൻ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു റേഡിയേഷൻ ഫ്രം എ പോയിന്റ് സോഴ്സ് ഈസ് കോൾഡ് ഐസോട്രോപിക് റേഡിയേഷൻ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് സോഴ്സ് കാണാം. ഈ പോയിന്റ് സോഴ്സ് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു റേഡിയേഷൻ്റെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ പാറ്റേൺ ആണ്. അപ്പോൾ ഐസോട്രോപിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ദ റേഡിയേഷൻ ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഐസോട്രോപിക് റേഡിയേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് യൂണിറ്റി ഗെയിൻ ആണ്. അതായത് ഇതിന് ഗെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൻറ്റിനയുടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. The isotropic antenna has unity gain, which means having a gain factor of 1 in all direction. Gain നമ്മൾ ഡി ബിയിലാണ് പറയുക. അപ്പോൾ ഇത് ഡി ബിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 dB എന്നാണ് കിട്ടുക. അതായത് ഇവിടെ ലോസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ഐസോട്രോപിക് റേഡിയേറ്ററിൻ്റെ പവർ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ WR എന്ന് കാണിച്ചിട്ടുണ്ട്. അത് റേഡിയേറ്റഡ് പവറാണ്. WR എന്ന് പറഞ്ഞാൽ റേഡിയേറ്റഡ് പവറാണ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇതിനെയാണ് നമ്മൾ പവർ ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ പവർ ഡെൻസിറ്റി P ഈസ് ഈക്വൽ ടു റേഡിയേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ ഏരിയ, സർഫസ് ഏരിയ. എന്താണ്? 4πr². ഇപ്പോൾ WR എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റേഡിയേറ്റഡ് പവർ, R എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ആ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ പവർ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ടേമാണ് റേഡിയേഷൻ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഒരു ആൻറ്റിന റേഡിയേറ്റ് ചെയ്യാണ്, ഒരു ആൻറ്റിന പവർ റേഡിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആൻറ്റിന എന്തുണ്ടാക്കും? ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുക. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ആൻ ആൻറ്റിന ടു റേഡിയേറ്റ് ദ എനർജി ഇൻ ടു ഫ്രീ സ്പേസ്. നമ്മൾ നോർമൽ ഓമിക് റെസിസ്റ്റൻസ് പോലെയല്ല. സാധാരണ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സമാണ്. ഇവിടെ അങ്ങനെയല്ല, റേഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒപ്പോസിഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻറ്റിനയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുക. അതായത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് ആൻറ്റിന. അപ്പോൾ ഇവിടെ റേഡിയേഷൻ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. R is equal to ഇവിടുത്തെ കറണ്ട്, ഇവിടെ നമുക്ക് AC ആണ് കൊടുക്കുക. അപ്പോൾ ആ കറണ്ടിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ IRMS ആണ്. അപ്പോൾ റേഡിയേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ IRMS ചെയ്ത് കഴിഞ്ഞാൽ IRMS സ്ക്വയർ അല്ലേ? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I²R ആണ്. അപ്പോൾ ഇവിടുന്ന് റേഡിയേഷൻ റെസിസ്റ്റൻസ് R is equal to WR/IRMS² നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? റേഡിയേഷൻ റെസിസ്റ്റൻസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പവർ റേഡിയേറ്റഡ് ബൈ ആൻ ആൻറ്റിന, അതായത് WR, ടു ദ സ്ക്വയർ ഓഫ് RMS കറണ്ട് ഫ്ലോ ഇൻ ദാറ്റ് ആൻറ്റിന, IRMS².
അപ്പോൾ റേഡിയേഷൻ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഓർത്ത് വെക്കുക. റേഡിയേഷൻ റെസിസ്റ്റൻസ് RR is equal to WR divided by IRMS സ്ക്വയർ. ഇതിൽ WR എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പവർ റേഡിയേറ്റഡ്, IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS കറണ്ട് ഫ്ലോ ഇൻ ദ ആൻറ്റിന. റേഡിയേഷൻ റെസിസ്റ്റൻസിനെ നമ്മൾ ഫീഡ് പോയിൻ്റ് ഇമ്പിഡൻസ് എന്നും പറയാറുണ്ട്. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ കോൾഡ് ഫീഡ് പോയിൻ്റ് ഇമ്പിഡൻസ്. ഓക്കെ, ഇനി അടുത്ത ടേമാണ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് പവർ റേഡിയേറ്റഡ് ഫ്രം ആൻ ആൻറ്റിന പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ എന്നാണ് പറയുക. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പവർ റേഡിയേറ്റഡ്. പവർ റേഡിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? WR ആണ്. ഫ്രം ആൻ ആൻറ്റിന പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. എന്താണ് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആംഗിൾ പറയും അല്ലേ. അപ്പോൾ നമ്മളൊരു ആർക്കിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ്, ഒരു ആർക്ക് എടുക്കുകയാണ്, എന്നിട്ട് സെൻറ്ററിൽ കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ നോർമൽ ആംഗിൾ തീറ്റ എന്ന് പറയും അല്ലേ. ഇനി സർക്കിളിൽ ഈ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2π ആണ്. ഇതേപോലെ നമ്മളൊരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ആൻറ്റിനയുടെ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷനിലാണ്. ഇപ്പോൾ നമ്മൾ ഐസോട്രോപ്പിക് ആൻറ്റിന അല്ലെങ്കിൽ പോയിൻ്റ് സോഴ്സ് പറഞ്ഞു, എല്ലാ ഭാഗത്തോട്ടും ഈക്വലായിട്ട് അത് റേഡിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു റേഡിയേഷൻ്റെ ആ ഒരു പാറ്റേൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് സ്പെറിക്കലാണ്. അപ്പോൾ ഇവിടെ ആ ഒരു റേഡിയേഷൻ വരിക എന്താണ്? ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തുണ്ട്? റേഡിയേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ആംഗിൾ പറയും. ഇതൊരു 3 ഡയമെൻഷണൽ ആംഗിളാണ്. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് ആംഗിൾ ഒമേഗ എന്ന് പറയാം. അപ്പോൾ ഒരു ഫുൾ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 4π ആണ്. നമ്മളൊരു ഫുൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുൾ ആംഗിൾ 2π എന്ന് പറയുന്ന പോലെ ഒരു സ്പിയറിലെ കംപ്ലീറ്റ് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π ആണ്. അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണ്, അപ്പോൾ അവിടുത്തെ റേഡിയേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ അവിടുത്തെ സോളിഡ് ആംഗിൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുക. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി U എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പവർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഇവിടെ WR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റേഡിയേറ്റഡ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ സോളിഡ് ആംഗിൾ ആണ്. നമ്മൾ നോർമൽ ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണ് പറയുക, അല്ലെങ്കിൽ റേഡിയൻ ആണ് പറയുക. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് നമ്മൾ സ്റ്റെറേഡിയനിലാണ് പറയുക. അപ്പോൾ ഇവിടെ യൂണിറ്റ് വരിക, പവർ റേഡിയേറ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് ആണ്. ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെറേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ എന്ന് പറഞ്ഞാൽ റേഡിയൻ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ. വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ. ഒരു സ്റ്റെറേഡിയൻ എന്ന് പറഞ്ഞാൽ റേഡിയൻ സ്ക്വയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെറേഡിയന് പകരം ഇങ്ങനെ എഴുതാൻ പറ്റും, റേഡിയൻ സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ ഓർ വാട്ട്സ് പെർ റേഡിയൻ സ്ക്വയർ. ഓക്കെ.